നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡോക്ടർ വന്ദന കൊലക്കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് അച്ഛൻ മോഹൻദാസ് നൽകിയ ഹർജി തള്ളി ഹൈക്കോടതി. നിലവിലുള്ള പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിതാവ് ഹർജി നൽകിയിരുന്നത്. എന്നാൽ ഈ കേസ് അന്വേഷിക്കാൻ സിബിഐയുടെ ആവശ്യം ഇല്ലെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അപൂർവങ്ങളിൽ അപൂർവമായ സാഹചര്യവും കുറ്റപത്രവും കേസിലെ നാൾവഴികളും പരിശോധിക്കുമ്പോൾ കാണുന്നില്ല. മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കേസിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയോ എന്ന് ഈ സാഹചര്യത്തിൽ കോടതിക്ക് വിലയിരുത്താനായിട്ടില്ല. പ്രതിക്ക് മറ്റു ഗൂഢാലോചനയോ ഉദ്ദേശങ്ങളോ ഇല്ല. ഈ സാഹചര്യത്തിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. സംഭവത്തിൽ സന്ദീപിന്റെ ജാമ്യാപേക്ഷയും കോടതി തള്ളി. പ്രതിയുടെ മുൻകാല ചരിത്രം കൂടി പരിഗണിച്ചാണ് വിധിയെന്ന് കോടതി പറഞ്ഞു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് വിധി പറഞ്ഞത്. സിബിഐ അന്വേഷണത്തിന്റെ ആവശ്യമെന്ന് സർക്കാർ നേരത്തെ നിലപാട് അറിയിച്ചിരുന്നു. അന്വേഷണം കാര്യക്ഷമമാണെന്ന് രക്ഷിതാക്കൾക്കും എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ കേൾക്കാൻ തയ്യാറാണെന്നും സർക്കാർ അറിയിച്ചിരുന്നു. കഴിഞ്ഞ വർഷം മെയ് 10 രാത്രി മെഡിക്കൽ പരിശോധനയ്ക്കായി പോലീസ് ആശുപത്രിയിൽ കൊണ്ടുവന്ന സന്ദീപിന്റെ കുത്തേറ്റാണ് വന്ദന മരിച്ചത്. സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും ഇത് മറച്ചുവെച്ചാണ് അന്വേഷണം നടത്തുന്നതെന്നുമാണ് മാതാപിതാക്കളായ KG മോഹൻദാസും T വസന്തകുമാരിയും നൽകിയ ഹർജിയിൽ ആരോപിക്കുന്നത്. അസീസിയ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥിനിയും താലൂക്ക് ആശുപത്രിയിലെ ഹൌസ് സർജനുമായ വന്ദനാദാസിനെ പോലീസ് ചികിത്സയ്ക്ക് എത്തിച്ച സന്ദീപ് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സന്ദീപിനെതിരെ എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷമാണ് 83-ാം ദിവസം അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. 26 മുറിവാണ് വന്ദനയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. കൊലപാതക ശ്രമം, ആശുപത്രിയിൽ കലാപവും അക്രമവും നടത്തൽ എന്നിങ്ങനെയുള്ള കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയത്. നാട്ടിലെ പേരുകേട്ട അധ്യാപക ദമ്പതികളുടെ മകനായിരുന്നു പ്രതി. കുട്ടിക്കാലം മുതൽ പഠനത്തിൽ മിടുക്കനായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പഠനത്തിനിടയിലായിരുന്നു സന്ദീപിന്റെ വിവാഹം കഴിഞ്ഞത്. തലവൂരിൽ TTCക്ക് ഒന്നിച്ചു പഠിച്ച കൊട്ടിയം മൈലക്കാട് സ്വദേശിനിയായ സംഗീതയെയാണ് വിവാഹം കഴിച്ചത്. മദ്യപിച്ചാൽ വീട്ടുകാർക്കാണ് സന്ദീപിനെ കൊണ്ട് പ്രശ്നങ്ങളെന്നും നാട്ടുകാർ പ്രതികരിച്ചിരുന്നു. മദ്യപിച്ചെത്തി വീട്ടിൽ ആക്രമം പതിവായിരുന്നു. സന്ദീപിന്റെ മാതാവും പിതാവുമായി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. മാതാവിനൊപ്പം നിന്ന് പിതാവിനെയും സഹോദരനെയും ഉപദ്രവിക്കുക സന്ദീപിന്റെ പതിവായിരുന്നുവെന്നാണ് പറയുന്നത്. അമ്മയും മകനും ചേർന്നുള്ള ഉപദ്രവം പതിവായതോടെ പിതാവ് മൂത്ത മകനൊപ്പം മാറി താമസിക്കുകയായിരുന്നു. മൂത്ത മകനൊപ്പം താമസിക്കുന്നതിനിടയിലായിരുന്നു പിതാവിന്റെ മരണവും. കുടുംബത്തിന് ആവശ്യത്തിലേറെ സ്വത്തുക്കളുണ്ട്. അമ്മയും മകനും ചേർന്നുള്ള ജീവിതത്തിനിടയിൽ സന്ദീപിനെ നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത സാഹചര്യമായിരുന്നു. സന്ദീപിന്റെ വഴിവിട്ട ജീവിതത്തെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊന്നും അമ്മ നടത്തിയില്ല. അച്ഛൻ മരണപ്പെട്ടതോടെ സഹോദരൻ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാതെയായി. 4 വർഷം മുമ്പ് രാത്രിയിൽ സന്ദീപ് കൊടുവാളുമായി സംഗീതയെ വെട്ടാൻ ഓടിച്ചുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. അന്ന് 2 ആൺമക്കളുമായി സംഗീത സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് കരുനാഗപ്പള്ളിയിൽ സ്വകാര്യ വിദ്യാലയത്തിൽ അധ്യാപകനായി പ്രവേശിക്കുകയായിരുന്നു. മയക്കുമരുന്ന് ഉപയോഗിച്ച് സ്ഥലകാല ബോധം നശിച്ച വ്യക്തിയാണ് ഇയാളെന്ന് നാട്ടുകാർ പറയുന്നു. മദ്യപിച്ചുള്ള പ്രശ്നങ്ങൾ പതിവായതോടെ വർഷങ്ങൾക്ക് മുമ്പ് ബന്ധുക്കൾ സന്ദീപിനെ ലഹരി വിമോചന കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നു. ചികിത്സ പാതി വഴിയിൽ ഉപേക്ഷിച്ച് മുങ്ങിയ സന്ദീപ് വീണ്ടും മദ്യപാനത്തിന് അടിമപ്പെടുകയായിരുന്നു. മദ്യത്തിന്റെ ലഹരി പോരാതെയാണ് സന്ദീപ് മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങിയതെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.